ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലപ്പന വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർക്കും വേണ്ടാത്ത ഈ സാധനത്തെ പറ്റിയാണ് കേട്ടോ. ഇത് ആർക്കും വേണ്ടെങ്കിലും നല്ല വൈറ്റമിനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. ഇരുമ്പാമ്പുളി എന്ന് തന്നെ ഞങ്ങളുടെ ഇവിടെ പറയാം. നിങ്ങളവിടെ എന്താ പറയുക? നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ചില നാട്ടിൽ ഇതിന് വേറെ പേരാണ്. ഞങ്ങളവിടെ ഇരുമ്പാമ്പുളി ഇതൊക്കെ പറയുന്നത്. ഇതെന്തായാലും ഒത്തിരി നാശമായി പോയി എന്നാൽ കൂടെ കുറച്ചുണ്ട്. ഇനി എന്താ പറയുക, ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. ആർക്കും വേണ്ട. അപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണക്കിയിട്ട് സൂക്ഷിക്കാനാണ് പോകുന്നത്. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് 4 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് എന്താ പറയുക, കല്ലുപ്പ് ഇടണേ. കല്ലുപ്പ് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ടൈം വയ്ക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടോ കല്ലുപ്പ് ഇടുന്നത്, ചുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇനി ഇത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾ തുണിയിൽ വെച്ചാൽ മതി. കാരണം സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് അതിന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തുണിയിൽ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും. നല്ല വെയിലുള്ള ടെറസാണ്. ഞാനിത് തുണിക്ക് മാറ്റി, ആ വീഡിയോ ഞാൻ എടുത്തില്ല. ഓക്കെ, തുണിയിലേക്ക് മാറ്റിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കേട്ടോ. പിന്നെ ഞാനിത് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഉണങ്ങിയതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഉണങ്ങി കിട്ടും. ഇത് എന്താ പറയുക, ഇത് ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത്രയും നല്ലൊരു വൈറ്റമിനുള്ള സാധനം നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ല അത്. ഇത് മീൻ കറിയിലൊക്കെ ഇട്ട് വെച്ചാണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ കറിയിലല്ല, പച്ചക്കറി കറികളിലും ഞാൻ ഇടാറുണ്ട്. മീൻ കറിയിലൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഇത്തരം വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഈ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തണേ.